2025-26 സീസണിൽ നമ്മൾ തീരെ വെറൈറ്റി അല്ലാത്തൊരു കണ്ടൻറ്റ് ചെയ്യാൻ പോവാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ എവർ. കുറേ ചിന്തിച്ച് തീരുമാനമാണ്. എല്ലാവർക്കും ആണെങ്കിൽ നമുക്ക് ആയിക്കൂടെ, എന്താ ഇപ്പോൾ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണേനും വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ പോരെ എന്നൊക്കെയാണ് വിചാരിച്ച് അങ്ങനെ തുടങ്ങി നമ്മൾ. പിന്നെ ഇതിനാകെ ആവശ്യമുള്ളൊരു ഫോണാത്രേ. അത് നമ്മുടെ അടുത്ത് കുറേ കാലം മുതലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ള എക്വിപ്മെൻറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ടോ എന്നുള്ളതിൻ്റെ ടെൻഷനും ഇല്ല, അത് നമ്മളെടുത്തുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ നമ്മൾ തുടങ്ങണീന്. പക്ഷെ അപ്പോഴും കണ്ടൻറ് എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. കുറേ ആലോചിച്ച് ടെക്ക് ചെയ്താലും ടെക്ക് ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ടെക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, പൊട്ടനാകാന്നല്ലാതെ. അപ്പോൾ ഇനി ആലോചിച്ച് സ്ട്രീം ചെയ്യണമെങ്കിൽ നമുക്കറിയുന്ന സ്ട്രീമേഴ്സ് പറഞ്ഞാൽ ഐഷോ സ്പീഡും അതേപോലെ കുറച്ച് ഗെയിമിങ് സ്ട്രീമേഴ്സൊക്കെയാണ്. അതിനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഭയങ്കരമായിട്ടുള്ള എനർജി വേണം, അതൊന്നാമതില്ല. പിന്നെ വേണ്ടിയത് സോഷ്യൽ ആങ്സൈറ്റി കുറവാണ്. എനിക്ക് നല്ല സോഷ്യൽ ആങ്സൈറ്റിയാണ്, ആൾക്കാരെ മുന്നിൽ വർത്താനം പറയാനൊക്കെ ഭയങ്കര പണിയാണ്. പിന്നെ വേറെ ചെയ്യുക, അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എടുത്തപ്പോഴാണ് ആകെ എനിക്ക് മടുപ്പില്ലാതെ കാണാനും ചെയ്യാനും പറ്റിയ ഒരൊറ്റ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഫുട്ബോൾ മാത്രം. മലപ്പുറത്ത് നിന്ന് വരുന്ന ആയതുകൊണ്ട് കാരണം ഫുട്ബോൾ എത്ര കണ്ടാലും മടുക്കൂല, എത്ര കളിച്ചാലും മടുക്കൂല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കളിച്ചു കാണ്ട് മെച്ചപ്പെടലൊന്നും ഏതായാലും നടക്കില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചങ്ങായിമാരോട് സംസാരിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും, ഫുട്ബോൾ റിലേറ്റഡ് തന്നെ, ഒന്നും നോക്കാനില്ല. അയ്യുമെന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ ഫുട്ബോൾ എന്ത് ചെയ്യാം, ഫുട്ബോൾ വെറുതെ ക്രോസ് ബാർ ചാലഞ്ചോ ഷൂട്ട് ഔട്ടോ എന്നൊക്കെ ചെയ്താലും വലിയ കാര്യമില്ല. കാരണം അത് എല്ലാവരും ചെയ്യണം. പ്രത്യേകിച്ച് UK ഇവിടെ ഒരു മാർക്കറ്റിൽ ഭയങ്കര കുറേ ആൾക്കാർ, കുറച്ചൊന്നുമല്ല. പിന്നെ പോരാത്തിന് നമ്മൾ മലയാളമാണ്. അപ്പോൾ പിന്നെ മലയാളികൾ കുറേ ആൾക്കാരെ ചെയ്യണമെന്നുണ്ട് ഫുട്ബോൾ കണ്ടൻറ്റിലായിട്ട്. അതായിട്ട് പിന്നെയാണ് നമുക്ക് ഐഡിയയിൽ വന്നത് വേറെ സംഭവമുണ്ട്. ഞാൻ നിൽക്കണത് എവിടെയാണെന്ന് അറിയോ, ഞാൻ UK പ്രത്യേകത എന്താ, പ്രീമിയർ ലീഗിൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഫുട്ബോളിനൊരു കണ്ടൻറ്റിനൊക്കെ അത്ര ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെയാണ് എൻ്റെ പ്ലാനൊക്കെ എത്തിയത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ I am visiting every Premier League stadiums across the UK in this season. അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ. UK-ലുള്ള എല്ലാ പ്രീമിയർ ലീഗ് സ്റ്റേഡിയവും നമ്മൾ കാണാൻ പോകണം, വിസിറ്റ് ചെയ്യും. അതിങ്ങനെ കളി കാണാനൊന്നല്ല, കളി കാണാൻ ടിക്കറ്റ് കിട്ടുക, പ്രീമിയർ ലീഗിന് ടിക്കറ്റ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അത് വലിയ സ്റ്റേഡിയങ്ങളാണെങ്കിൽ പോലും, അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയങ്ങളാണെങ്കിലും ടിക്കറ്റ് വിറ്റ് പോകും. ടിക്കറ്റ് മെമ്പേഴ്സിന് കൊടുത്തിട്ടേ പുറത്തേക്ക് ടിക്കറ്റൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ വലിയ പണിയാണ്. ചിലപ്പോൾ മാച്ച് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ പല സ്റ്റേഡിയങ്ങളും സ്റ്റേഡിയം ടൂർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പോലെ മ്യൂസിയം കാണാനും, സ്റ്റേഡിയത്തിന് ഗ്രൗണ്ട് വരെ അടുത്ത് വരെ ചെല്ലാനും, ഹോം അവേ ഡ്രസ്സിങ് റൂമുകൾ, പ്രസ് റൂമുകൾ, അങ്ങനത്തെ റൂമുകളൊക്കെ ഉള്ളിൽ സ്റ്റേഡിയത്തിനുള്ളിൽ എല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേഡിയം ടൂറുകൾ പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയൊന്നുമില്ല, എങ്ങനെയെങ്കിലും സ്റ്റേഡിയം ടൂറോ മാച്ച് ഡേ വിസിറ്റോ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറും. അങ്ങനെ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 20 ടീമിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറും. പിന്നെ പോരാത്തിന് മാത്രമല്ല, ഈ പോണ എല്ലാ സ്റ്റേഡിയത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങും, ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം, ഓക്കെ, പൈസ അല്ല. അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ നമ്മുടെ കയ്യിൽ 20 ഐറ്റംസ് ഉണ്ടാവും, ഓരോ സ്റ്റേഡിയത്തിൽ നിന്ന് വാങ്ങിയത്. അത് ഞാൻ ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കും. അത് എന്ത് ചെയ്യും എന്നുള്ളത് അത് നമുക്ക് ലാസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ആലോചിക്കാം. കാരണം ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല. അതിനത് കാണാൻ ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ. അപ്പോൾ അതിന് ആൾക്കാർ വരും നോക്കുക. അങ്ങനെ അതിനനുസരിച്ചാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഓർമ്മക്കായിട്ട് എല്ലാം നിൽക്കുന്ന നടന്ന് കണ്ടതല്ലേ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതുവരെ UK-യിൽ ഒരു സ്റ്റേഡിയം വിസിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് പുതിയ അനുഭവിക്കാറ്, ആദ്യമായിട്ട് പോയി കാണുകാറ് എല്ലാ സ്റ്റേഡിയം. ഒരൊറ്റ സ്റ്റേഡിയം പോലും ഞാൻ അതിന് മുന്നേ ഇവിടെ UK-യിൽ വിസിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് എല്ലാം എനിക്കൊരു പുതിയ അഡ്വഞ്ചറാണ്. പിന്നൊരു കാര്യം, ഞാൻ ഇതുവരെ ക്യാമറയിൽ നോക്കി സംസാരിച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറായിക്കാരം ആദ്യത്തെ കുറച്ച് വീഡിയോസ്. നല്ല രസമായിക്കാരം കാണാൻ. പിന്നെ ഒന്നാമത് കാണാൻ കുടുംബക്കാരും ചങ്ങായിമാരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്നതും കളഞ്ഞേക്കാരം ഇല്ലാതാക്കരുത് പ്ലീസ്. ഒരു കാര്യം, ഓരോ വീക്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും, ഓരോ വീക്കിലും ഓരോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. മാക്സിമം അത് എല്ലാ വീക്കിലും ഏതെങ്കിലും ഒരു സ്റ്റേഡിയം ടൂറായിരിക്കും, ഇല്ലെങ്കിൽ ആ സ്റ്റേഡിയം റിലേറ്റഡ് ആയിട്ടും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആയിരിക്കും. അങ്ങനെ എന്തായാലും വീക്കിലി ഒരു വീഡിയോ, ഒരു മെയിൻ വീഡിയോ ഉണ്ടാവും. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പേരാണ്. ഇതിന് എന്ത് പേരിടുന്നുള്ളതിന് ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് പറഞ്ഞു തരില്ല ChatGPT. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യം പറഞ്ഞാണ് ChatGPT-നോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ കണ്ടൻറ്റ്, യൂട്യൂബിലേക്കാണ്, ഇങ്ങനെയാണ് എൻ്റെ പ്ലാന്, ഞാൻ അങ്ങനെ പോകും, ഇങ്ങനെ വരും, ഇങ്ങനെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ChatGPT ഒരു പേര് പറഞ്ഞു. അതായത് നമ്മളൊരു മലയാളിയാണ്, പിന്നെ UK-യിലുമാണ്, ഫുട്ബോൾ റിലേറ്റഡാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പേര് അങ്ങനെ പറഞ്ഞത് കൊക്കോ ബൂട്ട്സ്.
അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു സൂൺ.